ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിരുന്നുകാരൊക്കെ വരുമ്പോഴേക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 2 സ്നാക്ക് റെസിപ്പിയും അതുപോലെ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ കുറച്ച് ഷോപ്പിംഗ് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. ഇന്ന് വീഡിയോ ഷെയർ ചെയ്യുന്നത് ബീഫ് പാർസൽ പോക്കറ്റ് റെസിപ്പിയും പിന്നെ ചെമ്മീൻ കൊണ്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയും കൂടിയാണ് കേട്ടോ. ആദ്യം സ്നാക്കിന് വേണ്ടിയിട്ട് പാനിൽ ഓയിൽ ചൂടാക്കി 2 വലിയ സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് ഉള്ളി ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 2 വലിയ അല്ലി വെളുത്തുള്ളി, 1 വലിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എല്ലാം നന്നായിട്ട് വഴന്ന് കിട്ടിയതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച 200 ഗ്രാം ബീഫ് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് യെല്ലോ ആൻഡ് റെഡ് ക്യാപ്സിക്കം അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ചെമ്മീൻ കൊണ്ടുള്ള സ്നാക്കിന് വേണ്ടിയിട്ട് 3/4 കപ്പ് ബസ്മതി അരി കുതിർത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 മുട്ട, 3/4 കപ്പിൻ്റെ പകുതി തേങ്ങ ചിരകിയത്, 1/2 കപ്പ് വെള്ളം ഒഴിച്ച് തരിയില്ലാതെ അരച്ചെടുക്കണം. കുറച്ച് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ വീണ്ടും ബാക്കി ചേർത്ത് കൊടുക്കാം. നേരത്തെ സവാള വഴറ്റിയെടുത്ത സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത ശേഷം അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിരുന്നു. അതൊരു പാനിലേക്ക് ഇട്ട ശേഷം അതിലേക്ക് ചെമ്മീൻ പൊരിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ ചെമ്മീനാണെങ്കിൽ കഷ്ണം മുറിച്ച് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിന് താഴെയായിട്ട് കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാണ് ചെമ്മീൻ സ്നാക്കിൻ്റെ ഫില്ലിങ്. ഇനി അരച്ചെടുത്ത അരി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ദോശമാവിനേക്കാൾ ഒന്നുകൂടി ലൂസായ പരുവത്തിലാണ് മാവ് അരച്ചെടുക്കേണ്ടത്. ഇനി ബീഫ് പാർസലിന് വേണ്ടിയിട്ട് 2 സമോസ ഷീറ്റ് എടുത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ബീഫ് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് ഒരുപാട് കൂടി പോരുത്, ആ സമയത്ത് ഒട്ടിച്ചെടുക്കാൻ കഴിയില്ല. ഇനി ഇതിൻ്റെ ഓരോ വശവും ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയെടുക്കണം. അവസാനത്തെ പാർട്ട് ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് മൈദയും വെള്ളവും കൂടി മിക്സ് ചെയ്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചെമ്മീൻ കൊണ്ടുള്ള സ്നാക്ക് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഇഡ്ഡലി തട്ടിലേക്ക് ഇതുപോലെ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. മാവ് നന്നായിട്ട് ഇളക്കി വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളവും ഉപ്പും ചേർത്ത് ഇനി ഇത് ഇഡ്ഡലി തട്ടിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഓരോ സ്പൂൺ വീതം ചെമ്മീൻ ഫില്ലിംഗ് എടുത്ത് ഇതിന് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും ചെമ്മീൻ ഫില്ലിംഗ് വെച്ച് കൊടുക്കുമ്പോൾ കഴിക്കുന്ന സമയത്തേക്ക് എല്ലാ ഭാഗത്തും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് ഇഡ്ഡലി തട്ടിലേക്ക് വെച്ച് 10 മുതൽ 12 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഈ സമയത്ത് നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ബീഫ് പാർസൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും.
ബീഫ് പാർസൽ റെഡി ആയിട്ടുണ്ട്. ആ സമയത്തേക്ക് നമ്മുടെ ചെമ്മീൻ കൊണ്ടുള്ള സ്നാക്കും റെഡി ആയിട്ടുണ്ട്. വിരുന്നുകാരൊക്കെ വരുന്ന സമയത്തേക്ക് നമ്മളുടെ കയ്യിൽ ഇത്തിരി സമയവും സാധനങ്ങളും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ചെമ്മീൻ സ്നാക്കിൻ്റെ റെസിപ്പി മുൻപൊന്ന് പോസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചെമ്മീന് പകരം നമുക്ക് ചിക്കനോ ബീഫോ മുട്ടയോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയത് ചെമ്മീന് ഫില്ലിംഗ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി വിരുന്നുകാരൊക്കെ വരുമ്പോഴേക്ക് നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ഷോപ്പിംഗ് വിശേഷങ്ങൾ കണ്ടാലോ. നാട്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനും കൊടുക്കാനും ഒക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് കുഞ്ഞു കുഞ്ഞു കുട്ടികളൊക്കെ ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ നോക്കാനുണ്ടാവും. ഇപ്രാവശ്യം ഒന്നും നേരത്തെ തന്നെ വാങ്ങി വെച്ചിട്ടില്ല. കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒക്കെ അവസാനത്തിലേക്ക് മാറ്റി വെച്ചതായിരുന്നു. നമ്മൾ എന്നും രാത്രി ഇങ്ങനെ പുറത്തിറങ്ങുന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഷോപ്പിലേക്കാവും പോവുക. അപ്പോൾ നാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് സാധനങ്ങളൊക്കെ ആദ്യം നോക്കി വെക്കാൻ വേണ്ടിയിട്ട് 1-2 ദിവസം അങ്ങനെ പോയതായിരുന്നു. ഈ ഒരു പപ്പടം പണ്ട് ഉപ്പ ചെന്നൈയിൽ നിന്ന് കൊണ്ടുവരാറുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇത്രയും വെറൈറ്റി ആയിട്ട് കണ്ടിട്ടില്ല. ഓരോരോ കുഞ്ഞു സാധനങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ വാങ്ങിക്കാൻ തോന്നും. പ്രത്യേകിച്ച് ചില ആക്സസറീസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിലും അതിങ്ങനെ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ വാങ്ങിക്കാൻ തോന്നും. പക്ഷേ ഇപ്രാവശ്യം മാക്സിമം കൺട്രോൾ ചെയ്തിട്ട് ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഇത് നമ്മൾ ഷോളിൽ സൈഡിലായിട്ട് കുത്തുന്ന പിന്നാണ് കേട്ടോ. പിന്നെ കുറച്ചധികം ഹെയർ ആക്സസറീസ് ആണ് വാങ്ങാനുണ്ടായിരുന്നത്. അതൊക്കെ ആദ്യം ഒന്ന് നോക്കി വെച്ച ശേഷം പിന്നെയൊക്കെയാണ് ഒക്കെ പോയി വാങ്ങിയത്. ക്ലിപ്പുകളൊക്കെ ഒരുപാട് വെറൈറ്റി ആയിട്ട് പല ഷേപ്പുകളിലായിട്ട് പല സൈസിലായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടെ 3 ആൾക്കാരെ ചെരുപ്പും ഷൂ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് വിട്ടതാണ്. ഈ ഒരു വൈറ്റ് ബാഗ് കാണാനും അതുപോലെ തൊട്ട് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആൻഡ് പഞ്ഞിക്കെട്ട് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ കുറേ നേരം കയ്യിൽ പിടിച്ച് നോക്കിയെങ്കിലും എന്തായാലും ഒരിക്കലും യൂസ് ചെയ്യില്ല എന്നുള്ളതുകൊണ്ട് മെല്ലെ അവിടെ തന്നെ വെച്ചു. മെയിനായിട്ട് കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് നോക്കാൻ വേണ്ടിയിട്ട് ഡേ ടു ഡേയിലേക്ക് വന്നതാണ്. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വീട്ടിൽ ഡെക്കറേഷനായിട്ടോ അല്ലെങ്കിൽ ഷോക്കേസിലോ ഒന്നും വെക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ആദ്യം ഈ ഒരു സെക്ഷനിലേക്ക് വരാറേ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോ എടുക്കുന്ന സമയത്തൊക്കെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ടാണ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നത്. പക്ഷേ എല്ലാറ്റിൻ്റെയും ഫ്ലവർ വൈസ് നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല.
ഈ ഒരു ഐറ്റംസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് പോരാൻ തന്നെ നല്ല പ്രയാസമായിരിക്കും. വാങ്ങുന്നില്ലെങ്കിലും ഓരോന്നിൻ്റെ ഭംഗി കണ്ട അവിടെ നിന്ന് പോരാൻ തന്നെ തോന്നില്ല. ഇന്ന് ഞാൻ പോയ ഷോപ്പിൻ്റെ ഒക്കെ പേരും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇതിലെ ഐറ്റംസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദുബായിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് വാങ്ങിക്കാമല്ലോ. ഈ ഷോപ്പൊക്കെ ദുബായിലെ കറാമയിലാണ് കേട്ടോ. ഹോം ഡെക്കർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റിയ ഒരുപാട് ഐറ്റംസ് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ ഓരോ ഷോപ്പിലായിട്ട്. ഈ ഒരു ഐറ്റമൊക്കെ വാങ്ങിയാൽ കുറച്ച് കാലം യൂസ് ചെയ്ത് പിന്നെ എവിടെയെങ്കിലും പൊടി പിടിച്ച് കിടക്കും. അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ള 2 റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്കും ഷെയറൊക്കെ ചെയ്യണേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.